പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റും. നമ്മളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കും. പരിശുദ്ധ അമ്മ നമ്മെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നിലനിർത്തണമേ. സംഘർഷങ്ങൾ, തെറ്റിദ്ധാരണകൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബം ഐക്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിളനിലമായി തീരട്ടെ. ഞങ്ങൾക്ക് ക്ഷമ നൽകണമേ. സ്നേഹമില്ലാതിരുന്നിടത്തേക്ക് സ്നേഹം തിരികെ കൊണ്ടുവരണമേ. ഞങ്ങളുടെ വീട്ടിൽ സമാധാനം നിലനിർത്തണമേ. ഞങ്ങളെ ദൈവഹിതത്തിൻ്റെ ദിശയിലേക്ക് നയിക്കണമേ. തെറ്റിദ്ധാരണയുടെയോ തീരുമാനമെടുക്കലിൻ്റെയോ ആയ നിമിഷങ്ങളിൽ പ്രാർത്ഥനയുടെ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമേ. ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഏറ്റവും അടുത്ത ചുവടുവെപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവാരൂപിയുടെ ജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഈ ജ്ഞാനം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ സമൃദ്ധിക്കായി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സൗഖ്യവും സുരക്ഷയും നൽകണമേ. ജീവിതത്തിലെ ഞങ്ങളുടെ ശ്രമങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ദൈവമാതാവേ, രോഗത്തോട് മല്ലടിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭാരമേറിയ ഹൃദയങ്ങളുമായി ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. പരിശുദ്ധ മാതാവേ, രോഗത്താൽ വിഷമിക്കുന്ന എല്ലാവരുടെയും മേൽ അങ്ങയുടെ രോഗശാന്തിയുടെ കരം നീട്ടണമേ. അവരുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കണമേ. ഈ സമയത്ത് അവർക്ക് ആശ്രയമാകാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സുഖപ്പെടുത്താനുള്ള കഴിവിലും സമയത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുഷ്ടാരൂപിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ സുരക്ഷിതരാക്കണമേ. ഞങ്ങൾ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും യാത്രയിലായാലും ഞങ്ങളെ സംരക്ഷിക്കണമേ. ക്രൂശിതൻ്റെ നാമത്തിൽ ഇന്നും എപ്പോഴും എന്നേക്കും ആമേൻ.